ഞാൻ ഇപ്പോൾ ചാലിയത്താണുള്ളത്. എൻ്റെ പിന്നിൽ രണ്ട് കുതിരയ്ക്ക് മേളി രണ്ടാളും. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട്? മോളുടെ പേരെന്താ? എന്നെ കൂടെ കൊണ്ടുപോകോ? മോളുടെ പേരെന്താ? മോളെ കുതിരപ്പുറത്ത് തന്നെ എപ്പോഴും ഇറങ്ങാറില്ലേ? ഇതാണ് സംഭവം അല്ലേ? ഇവൻ ആള് പരിശാൻ തോന്നുന്നു അല്ലേ? ഇതോ കുഴപ്പമില്ലല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ട്. ഇപ്പോൾ വെള്ളരിക്കുണ്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 24-ാം പാർട്ടി കോൺഗ്രസ് കവർ ചെയ്യാനായിട്ട് മധുരയിൽ ദീപക് തർപ്പണത്തോടൊപ്പം ഉണ്ട്. എന്താ മോനെ വിശേഷം? സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ വീട്? ഓക്കെ. വെള്ളരിക്കുണ്ടിനെ കിട്ടാറുണ്ടോ വീട്ടില്? വലിയ പാടല്ലേ? ഈ ക്യാമറമാരൊക്കെ ഒട്ടും രക്ഷയില്ലല്ലേ? റിപ്പോർട്ടർമാരൊക്കെ കുഴപ്പമില്ലല്ലേ? മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ വീട്ടിലോട്ട് വരട്ടോ? വീട്ടിൽ വന്നാൽ ഭക്ഷണം കിട്ടുമോ? വെള്ളരിക്കൊണ്ട് അവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടാവും ലൈവ് കണ്ട്. ഇനി എന്തോ പറയോ എന്തോ അല്ലേ? വെള്ളരിക്കൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? മധുരയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്, ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇനി പോരണം. നല്ലേ ഉള്ളൂ. എന്താ പേര്? ശില്പ. കുഞ്ഞിന് എത്ര വയസ്സായി? കുഞ്ഞിന് 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞു അല്ലേ? നിങ്ങൾ രാജേഷിന്റെ മോളാ? ഓക്കെ. മോളെ ഓക്കെ അല്ലേ? മോളെ എല്ലാ കാര്യമല്ലേ? അപ്പൊ വീട്ടിൽ വന്നാൽ ഭക്ഷണം കിട്ടുമോ? ഓക്കെ. അപ്പൊ നീങ്ങാലോ, ഒന്നിച്ച് പോയാലോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ജങ്കാർ എങ്ങനെ പോകുന്നു ഇപ്പോ? അടിപൊളി. എന്റെ പേര് ഉസ്മാൻ. ഉസ്മാനെ, ജങ്കാർ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അതോ? വളരെ ഉപകാരമാണ്. പിന്നെ ഇതപ്പോ കൊച്ചിയിൽ മാത്രം അതെ. ഗ്രിഫി ഗ്രൂപ്പാണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാ ഗ്രൂപ്പ്? ഗ്രിഫി ഗ്രൂപ്പ് ചാലിയോ. പിന്നെ ഇപ്പൊ കൊച്ചിയിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന റോറോ സർവീസ് ഇവിടെ വരാൻ പോവാണ്. ഏറ്റവും ഇപ്പൊ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. റിവേഴ്സ് വെച്ചിട്ടാണ് ഇപ്പത്തെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ ജങ്കാറിൽ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ റോറോ വരുമ്പോ അതിന്റെ ആവശ്യമില്ല. നേരെ കയറിയിട്ട് നേരെ ഇറങ്ങാം. നേരെ കയറാ നേരെ പോവാ. ഇല്ല സാറെ കാത്തടം. ഗ്രൂപ്പ് ചാലിയത്ത് ഒരുപാട് ടൂറിസത്തിന് വേണ്ടി ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബീച്ച്, റിസോർട്ട്, ബോട്ടിങ്, പിന്നെ റെസ്റ്റോറന്റ് എനിക്ക് തോന്നുന്നേ റിയാസിന്റെ ഒരു ഇതുണ്ടല്ലേ ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ബേപ്പൂരും ഈ പരിസരവും ചാലിയും ഒക്കെ നന്നാക്കുന്നില്ലല്ലേ? റിയാസ് പ്രത്യേകം ഒന്ന് പരിഗണിച്ചിട്ട് വേണ്ട മാറി ചെയ്തു തന്നിട്ടുണ്ട്. സന്തോഷം.